ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കാവേ. ഇപ്പോൾ വളരെ സമയമൊന്നും എടുക്കാതെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന, എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു നെയ്ച്ചോറ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗീ റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അരി എടുത്ത് കഴുകി വൃത്തിയാക്കി ഒരു 10 മിനിറ്റ് കുതിർത്തിട്ട് ഈ വെള്ളം ഇങ്ങനെ വാലാൻ വെച്ച് വെള്ളം കളഞ്ഞിട്ട് എടുത്തിട്ടുള്ളതാണ്. പിന്നെ അതിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള മസാലകളാണ്: ഒരു 4 ഏലക്കായ, ഒരു ചെറിയ പീസസായി ഈ കറുവാപ്പട്ട, അത് 3-4 പിന്നെ 5 ഗ്രാമ്പൂ, പിന്നെ ഒരു തക്കോലം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും എടുത്തു. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ഒരു പാൻ വെച്ച്, എനിക്കിവിടെ പിന്നെ നല്ല അതായത് ഗീ ഇല്ല, അതുകൊണ്ട് ഞാൻ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബട്ടർ പാനിനകത്തിട്ട് മെൽറ്റായി കഴിയുമ്പോഴത്തേനും നമ്മൾ ഈ മസാലകളെല്ലാം കൂടെ അതിനകത്തിട്ടിട്ട് ഒന്ന് ചൂടാക്കണം. അപ്പോൾ ചൂടാക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, എന്താണെന്ന് ചോദിച്ചാൽ കരിഞ്ഞു പോകരുത്. അപ്പോൾ ഒരു ചെറിയ തീയിലിട്ടിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണേ. അപ്പോൾ കരിഞ്ഞു പോയാൽ ഒരു കരിചുവ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കരിയാതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇളക്കി ഒരു മിനിറ്റൊക്കെ ഒന്ന് ഇളക്കിയത് നല്ലപോലെ ഒന്ന് ചൂടായി വന്ന് നല്ലൊരു ചൂട് വന്നു കഴിയുമ്പോഴത്തേനും അതിനകത്തോട്ടൊക്കെ നമുക്ക് ഈ കഴുകി വെള്ളം ഊറ്റി വെച്ചിരിക്കുന്ന വെള്ളം പരമാവധി റിമൂവ് ചെയ്യാൻ നോക്കണേ. അരി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ഞാനിപ്പം വളരെ ഈസി ആയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന രീതിയില്ല, പെട്ടെന്ന് അങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ്. അപ്പം ഞാൻ അരി അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് നമ്മൾ ഇച്ചിരി നല്ല മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. അതും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. അത് ഇളക്കി ഒരു 3-4 മിനിറ്റ് നമ്മൾ ഇളക്കേണ്ടി വരും. അതിനകത്ത് വെള്ളമെല്ലാം ഒന്ന് വറ്റി വന്ന് അത് നന്നായിട്ട് വറ്റി വരുന്നിടം വരെ നമ്മൾ ഇളക്കണം. അപ്പോൾ അത് നന്നായിട്ട് വറ്റി വരുമ്പോഴത്തേന് അതിനകത്ത് നമുക്ക് ചെറിയ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊട്ടുന്ന പോലെയുള്ള ചെറിയ ഒച്ച സൗണ്ട് വരും. അപ്പോൾ ആ സമയമൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് പിന്നെ അതിനകത്തോട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ 2 കപ്പ് അരിയല്ലേ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 കപ്പിന് 3 കപ്പ്, അതായത് 1.5 കപ്പ് വെള്ളം വെച്ചാണ് എടുക്കുന്നത്. അതെല്ലാം കൂടെ ഞാനൊരു കപ്പിനകത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന. അപ്പം 2 കപ്പിന് 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട്, ഈ വലിയ കപ്പല്ല കേട്ടോ, ഞാൻ അരി ഇളക്കാൻ എടുത്ത ചെറിയൊരു കപ്പാണ്. എന്നിട്ട് വെള്ളം കൂടെ ചേർത്ത് ഇളക്കിയിട്ട്, തിളച്ച വെള്ളമാണ് ചേർക്കേണ്ടത്, പച്ചവെള്ളം ചേർക്കരുത്. അതിനകത്തേക്ക് ഒരു 1/4 സ്പൂൺ നാരങ്ങ നീരൊഴിച്ചു. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഞാൻ ചേർക്കുന്നത് പിങ്ക് സോൾട്ടും വൈറ്റ് സോൾട്ടും കൂടെ ഹാഫ് വെച്ചാണ്. അപ്പോൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വെള്ളത്തിൻ്റെ ഉപ്പൊന്ന് നോക്കണം. അപ്പം വെള്ളത്തിന് തന്നെ നല്ലൊരു ഉപ്പുണ്ടെങ്കിൽ, പാകത്തിനുള്ള ഉപ്പുണ്ടെങ്കിൽ നമ്മുടെ റൈസിനും അത് പാകത്തിനുള്ള ഉപ്പ് വരും കേട്ടോ. അപ്പോൾ ആ വെള്ളമെല്ലാം മിക്സ് ചെയ്ത് ഉപ്പും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഉപ്പ് എന്തേലും ഉള്ളൊന്ന് നോക്കിയിട്ട് കുറച്ചുകൂടി വേണമെങ്കിൽ അല്പം കൂടെ ചേർത്ത് ഇളക്കി അത് പാകത്തിനുള്ള ഉപ്പ് ആക്കി വെക്കണേ. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഇത് നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോഴത്തേനും അത് മൂടി വെക്കണം. മൂടി വെച്ചിട്ട് അതിൻ്റെ തീ നന്നായിട്ട് കുറച്ചിടണേ. ഒത്തിരി വലിയ തീയിലിടരുത്. പയ്യെ ഒന്ന് തിളയ്ക്കുന്ന രീതിയിലുള്ള പയ്യെ ഒരു തിള വരുന്ന രീതിയിലുള്ള തീ ഇടാവുള്ളൂ. ഇപ്പോൾ ഒരു 6-7 മിനിറ്റൊക്കെ നമ്മൾ തീയിൽ ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേനും വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. പാകത്തിനുള്ള വേവും ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ബട്ടർ കുറച്ചുകൂടെ വേണമെന്നുള്ളവർക്ക് ഈ സമയത്ത് അല്പം ബട്ടറും കൂടെ ചേർത്തിട്ട് ഇളക്കാവേ. ബട്ടറും കൂടെ ചേർത്തെടുത്ത് ഉപ്പൊക്കെ ഒന്ന് പാകമെന്നൊക്കെ നോക്കി, ഇല്ലെങ്കിൽ അല്പം കൂടെ ചേർത്ത് ഇളക്കി ഒന്നുകൂടെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒരു മിനിറ്റും കൂടെ ഇങ്ങനെ ഏറ്റവും ചെറിയ തീയിൽ ഇങ്ങനെ വെച്ച് വെക്കണേ. 1 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിത് മാറ്റി വെച്ചിട്ട് പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് മുകളിലൊരു സബോള ഞാനിങ്ങനെ വറുത്തിടുന്നുണ്ടേ. അതിപ്പം സബോള നേരത്തെ വേണേലും നമുക്ക് വറുത്ത് വെച്ചേക്കാം. ഇപ്പം ഞാൻ നേരത്തെ വറുത്ത് വെച്ചില്ല, അപ്പോൾ ഇതുകൊണ്ട് ഞാൻ സബോള വറുക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുത്തു. അത് നന്നായിട്ട് ഉരുകി ചൂടാകുമ്പോഴത്തേനും അതിനകത്ത് സബോള ഇട്ട് നന്നായിട്ട് ഇളക്കി. സബോള അരിയുമ്പോൾ ഏകദേശം ഒരേ കനത്തിൽ അരിയാൻ നോക്കണേ, അല്ലെങ്കിൽ ചിലപ്പം ചെറുതൊക്കെ കരിഞ്ഞു പോകും. എല്ലാം ഒരേ രീതിയിൽ മൂത്ത് വരികയില്ല.
അപ്പം അങ്ങനെ ഞാൻ ഇതിനകത്ത് കപ്പലണ്ടിയും പിന്നെ കിസ്മിസും ഒക്കെ, അതായത് ഉണക്കമുന്തിരിയൊക്കെ വറുത്ത് ചേർക്കേണ്ടവർക്ക് ചേർക്കാൻ കേട്ടോ. ഞാനിവിടെ ചേർത്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന രീതിയിൽ അരമണിക്കൂർ കൊണ്ട് അരിയെടുത്ത് കുതിർത്തെല്ലാം നമ്മൾ റെഡിയാക്കി കുക്ക് ചെയ്തെടുത്തു ഇത് ഈ ഗീ റൈസ്. അപ്പം അങ്ങനെയുള്ളൊരു എളുപ്പത്തിലുള്ളൊരു കുക്കിങ്ങാണ് ഞാൻ നടത്തിയത്. അപ്പം നമുക്ക് അങ്ങനെ സമയമില്ലാത്തപ്പോഴൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വേഗം ഗീ റൈസ് ആകുകയും ചെയ്യും. കറി ഉണ്ടെങ്കിൽ, ചിക്കൻ കറി ഉണ്ടെങ്കിൽ കൂട്ടി കഴിക്കാൻ നല്ല. എനിക്കിവിടെ ഇപ്പോൾ ചിക്കൻ കറി ഇരിപ്പുണ്ടായിരുന്നു, അതാണ് നമ്മളിതിന് കഴിക്കുന്നത്. അപ്പം ഓണിയനൊക്കെ നന്നായിട്ട് നന്നായിട്ട് ഒത്തിരി കറുപ്പ് കളരരുത് കേട്ടോ. ഒരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേനും നമ്മൾ തീ നല്ലപോലെ കുറയ്ക്കണം. എന്നിട്ട് അതിനകത്തോട്ട് ഒരു നുള്ളു പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇതിനകത്ത് ഒരു നുള്ളു ഉപ്പ് ഞാൻ ആദ്യം ചേർത്താൻ, സവോളയ്ക്ക് ചേരുന്ന അത്ര ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നേ, പാകത്തിന് വേണ്ടുന്നത്രേ. പിന്നെ ഒരു നുള്ളു പഞ്ചസാരം കൂടെ ചേർത്ത് ഇളക്കി മാറ്റി വെക്കണം. പഞ്ചസാര ചേർക്കുന്നത് കൊണ്ട് അതിൻ്റെ ക്രിസ്പിനെസ് ഇങ്ങനെ പോകാതെ, ഒത്തിരി ഇങ്ങനെ ഒത്തിരി മയപ്പെട്ട് പോകാതെ ഇതിങ്ങനെ ഇച്ചിരി ക്രിസ്പി ആയിട്ടിരിക്കുമേ. അപ്പോൾ അത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ആ പാത്രത്തിനകത്തോട്ട് തന്നെ വെച്ചാൽ അത് കരിഞ്ഞു പോകുമേ. അപ്പോൾ അല്പം തണുക്കാനായിട്ട് ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേനും അല്പം തണുത്ത് വരുമ്പോഴത്തേനും ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ അത് എത്രയും മൂത്താൽ മതിയേ, ഒത്തിരി കരിഞ്ഞു പോകരുത്. ഇനി അത് നമ്മൾ പാകമാക്കി വെച്ചിരിക്കുന്ന റൈസിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ഗീ റൈസ് റെഡിയായി. ഇനി ചിക്കൻ കറിയോ എന്തെങ്കിലും കറി അവനവന് ഇഷ്ടമുള്ള കറിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയും വരുന്നവരെ എല്ലാവർക്കും ബൈ.